ചിലപ്പോഴൊക്കെ ഒരു വലിയ കഥ പറയാൻ സനേത് ഒരേ ഒരു വാചകം മതി. ഇന്ന് നമ്മൾ അങ്ങനെയൊരു വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു യാത്രയുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞു മഴത്തുള്ളിയുടെ വലിയ യാത്ര. ദാ ഈ ഒരു വരിയാണ് കേട്ടോ എല്ലാത്തിന്റെയും തുടക്കം. തുള്ളി വീണ്ടും സന്തോഷത്തോടെ കടലിൽ തിരിച്ചെത്തുന്നു. എന്തൊരു ഭംഗിയുള്ള സങ്കല്പമാണല്ലേ. അപ്പോ നമുക്ക് ഈ യാത്രയുടെ ഓരോ ഘട്ടവും ഒന്ന് പോയി കണ്ടാലോ? അപ്പോ നമ്മുടെ ഈ കഥയുടെ തുടക്കം എവിടെയാണെന്നറിയോ? ആ പരന്നു കിടക്കുന്ന വലിയ സമുദ്രത്തിൽ നിന്നാണ്. നമ്മുടെ ഈ കഥയിലെ നായകനായ ചെറിയ മഴത്തുള്ളിയുടെ വീടാണ് ആ സമുദ്രം. ഒന്ന് ആലോചിച്ചു നോക്കൂ. കോടാനുകോടി ജലത്തുള്ളികളുണ്ടവിടെ. അതിൽ നിന്ന് ഒരൊറ്റ തുള്ളിയിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കാണ്. ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ എന്തായത്, വെറുമൊരു തുള്ളിയല്ലേ എന്ന് തോന്നും. പക്ഷെ ഓരോ തുള്ളിക്കും അതിൻ്റേതായ ഒരു കഥ പറയാനുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97% ഈ സമുദ്രങ്ങളിലാണ്. അപ്പോ നോർത്തു നോക്കിയേ, നമ്മുടെ ഈ കുഞ്ഞു തുള്ളി എത്ര വലിയൊരു ലോകത്തിന്റെ ഭാഗമാണെന്ന്. ഇതാണ് അതിന്റെ ലോകം, അതിന്റെ വീട്. പക്ഷേ എപ്പോഴും ഒരേ സ്ഥലത്തിങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാനെന്നും നമ്മുടെ ഈ കഥാനായകന് പറ്റില്ല. പെട്ടെന്നതാ ആകാശത്തു നിന്നൊരു വിളി വരുന്നു. ഒരു വലിയ മാറ്റത്തിനുള്ള, ഒരു പുതിയ സാഹസിക യാത്രയ്ക്കുള്ള സമയമായി എന്നൊരു ഓർമ്മപ്പെടുത്തൽ പോലെ. അപ്പോ ഈ യാത്ര തുടങ്ങുന്നത് എങ്ങനെയാണെന്നല്ലേ? സൂര്യനാണ് ആദ്യത്തെ വിളി കൊടുക്കുന്നത്. സൂര്യന്റെ ചൂടേൽക്കുമ്പോൾ നമ്മുടെ ജലത്തുള്ളി പതിയെ ഭാരമില്ലാത്ത നീരാവിയായിട്ട് മുകളിലേക്ക് അങ്ങ് ഉയർന്നുപോകും. അവിടെ എത്തുമ്പോഴോ തന്നെപ്പോലെ ഒരുപാട് കൂട്ടുകാരെ കാണും. അവരുമായിട്ടൊക്കെ ചേർന്ന് ആകാശത്ത് പുതിയൊരു വീടുണ്ടാക്കും. അതാണ് മേഘം. ഇതൊരു വെറും യാത്രയാണെന്ന് കരുതരുത് കേട്ടോ. ഇതൊരു രൂപാന്തരമാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് കാണാനും തൊടാനുമൊക്കെ പറ്റുന്ന ഒരു തുള്ളി വെള്ളം ആർക്കും കാണാൻ പറ്റാത്ത നീരാവിയായി മാറുകയാണ്. ഒരു മാജിക് പോലെ അല്ലേ? അങ്ങനെ ആകാശത്തൊരു മേഘമായി കുറച്ചുകാലം. അതിനുശേഷം കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങുന്നു. അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ ആകാശത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന മേഘങ്ങൾക്ക് ഒരുപാട് വെള്ളത്തുള്ളികളെ താങ്ങി നിർത്താൻ പറ്റുമോ? അതിനൊരു ലിമിറ്റില്ലേ? ആ ലിമിറ്റ് കടന്നാലോ പിന്നെ എന്ത് സംഭവിക്കും? അവിടെയാണ് വർഷണം, അല്ലെങ്കിൽ നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. നമ്മുടെ ഈ കഥയിലെ ഒരു ക്ലൈമാക്സ് നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ആകാശത്തെ ആ വീട്ടിൽ നിന്നും നമ്മുടെ തുള്ളിക്ക് മോചനം കിട്ടുകയാണ്. ആ വീഴ്ച, അതാണ് മഴ. അപ്പോ ഭൂമിയിൽ വന്ന് വീണതുകൊണ്ട് യാത്ര തീർന്നു എന്ന് കരുതണ്ട. ഇല്ല, യഥാർത്ഥത്തിൽ മറ്റൊരു ഘട്ടം തുടങ്ങുന്നതേയുള്ളൂ. നമ്മളീ കഥയുടെ തുടക്കത്തിൽ കേട്ട ആ ഒരു വാചകം ഓർമ്മയുണ്ടോ? അതില് 2 വഴികളെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ആ വഴികളിലൂടെയാണ് ഇനി നമ്മുടെ തുള്ളിയുടെ യാത്ര. ഭൂമിയിലെത്തിയ ഈ തുള്ളിയുടെ മുന്നിൽ ഇപ്പോ 2 വഴികളാണുള്ളത്. ഒരു വഴി മണ്ണിലേക്ക് പതുക്കെ ഇറങ്ങിച്ചെന്ന് ചെടികൾക്കും മരങ്ങൾക്കുമൊക്കെ ജീവൻ കൊടുത്ത് മെല്ലെ മെല്ലെ യാത്ര ചെയ്യാം. രണ്ടാമത്തെ വഴിയോ, ഏതെങ്കിലും പുഴയിലോ മറ്റോ ചേർന്ന് മറ്റു തുള്ളികളോടൊപ്പം ഒരുമിച്ച് വേഗത്തിൽ സമുദ്രത്തിലേക്കൊഴുകിയെത്താം. ഒന്ന് പതുക്കെയുള്ള യാത്ര, മറ്റേത് കുറച്ചുകൂടി വേഗതയുള്ളത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഏത് വഴി തെരഞ്ഞെടുത്താലും ആ യാത്ര വെറുതെയാവുന്നില്ല. മണ്ണിലൂടെ പോയാലും ശരി, പുഴയിലൂടെ പോയാലും ശരി, ഭൂമിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടേ ഓരോ തുള്ളിയും തിരിച്ചു സ്വന്തം വീട്ടിലേക്ക്, ആ കടലിലേക്ക് മടങ്ങുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് പല പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആ വലിയ യാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തുടങ്ങിയിടത്തേക്ക് തന്നെയുള്ള ഒരു മടക്കം. നമ്മൾ ഈ കഥ തുടങ്ങിയ ആ വാചകത്തിലെ അവസാന ഭാഗം ഓർമ്മയുണ്ടോ? സന്തോഷത്തോടെ കടലിൽ തിരിച്ചെത്തുന്നു. അതെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്ത് വലിയൊരു ലോകം കണ്ട് ഒടുവിൽ ആ തുള്ളി വളരെ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക്, ആ വലിയ കടലിലേക്ക് തിരിച്ചെത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ജലചക്രം അഥവാ വാട്ടർ സൈക്കിൾ. ഒരു തുള്ളിയുടെ കഥയായി നമ്മളിപ്പോ കേട്ടത് സത്യത്തിൽ പ്രകൃതിയിൽ ഇങ്ങനെ തുടർച്ചയായി ഒരവസാനവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോ നമ്മൾ ഈ വിവരണം ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളുടെ മുന്നിലൊരു ചോദ്യം വയ്ക്കാണ്. ഇതുപോലെ കോടാനുകോടി ജലത്തുള്ളികൾ ഈ യാത്ര എപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം അവരെല്ലാവരും ഒരേ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. ഒരു തുള്ളിയായി തുടങ്ങി, പുഴയായി, മേഘമായി, അവസാനം എല്ലാവരും ആ ഒരൊറ്റ സമുദ്രത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെയെങ്കിൽ ഒന്നിന്റെ ഭാഗമായിരിക്കുക എന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.